അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാനാവാത്ത ആന്ധ്യം ബാധിച്ച ആധുനിക യുവത, സെക്സും റോക്കും ലഹരിയുമായി ജീവിതം തുലയ്ക്കുന്ന ന്യൂ ജനറേഷൻ, രാഷ്ട്രീയവാദത്തിൻ്റെയും നിസ്സംഗതയുടെയും അടയാളങ്ങളായി മാറിയ ചെറുപ്പക്കാർ, മതവിരോധികൾക്കും മതചാവേറകൾക്കും വേണ്ടി മനസ്സും ശരീരവും പണയപ്പെടുത്തിയ ഹതഭാഗ്യർ, ആൾക്കൂട്ടങ്ങളോടൊപ്പം ആകാശത്തേക്ക് മുഷ്ടിയെറിഞ്ഞ് ആയുസ് നശിപ്പിക്കുന്ന ചെറുപ്പം. എന്തിനോടും കലഹിക്കുന്ന ഈ യുവതയ്ക്ക് നേരിന്റെ വെളിച്ചം കാണിക്കാൻ നമുക്കൊത്തുകൂടാം. തിന്മയോട് കുതറുന്ന, ധർമ്മത്തോട് ഇണങ്ങുന്ന, സാമൂഹിക ചലനങ്ങളെ തലയുയർത്തി നോക്കുന്ന ആദർശ ധീരരായ ചെറുപ്പത്തെ വളർത്താൻ നവോത്ഥാന പ്രസ്ഥാനമായ KNMന്റെ യുവജന ഘടകം ISM ഒരുക്കുന്ന യൂത്ത് മീറ്റ്. തൗഹീദി പാതയിൽ 50 വർഷത്തിന്റെ തിളക്കവുമായി മുന്നേറുന്ന ISM സംഘടിപ്പിക്കുന്ന യൂത്ത് മീറ്റ്. യുവത്വം, സമർപ്പണം, സമാധാനം. 2016 ഫെബ്രുവരി 27, 28 തീയതികളിൽ എറണാകുളം കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നന്മയുടെ പാതയിൽ ഒന്നിക്കാൻ ISM യൂത്ത് മീറ്റിൽ നിങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യമുണ്ടാകട്ടെ. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ബഹുമാനരായ സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, ഒരു വ്യാഴവട്ടക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലാവുന്ന മഹത്തായ സമ്മേളനത്തിന് എറണാകുളം ജില്ല സാക്ഷിയാവുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംസ്ഥാന സമ്മേളനത്തിന് ശേഷം എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന ഫലമുണ്ടായ പരിവർത്തനങ്ങൾ എന്ത് എന്ന് വളരെ കൃത്യമായി അറിയാവുന്നവരാണ് നാം എല്ലാവരും. അതിൻ്റെ തുടർച്ചയായാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ യുവജന വിഭാഗമായ ISM സംഘടിപ്പിക്കുന്ന യൂത്ത് മീറ്റ് ഈ 27-ാം തീയതി എറണാകുളത്ത് നടക്കാൻ പോകുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ സമൂഹത്തോട് ഏറ്റവും പ്രധാനമായി പറയാനുള്ള കാര്യം എന്ത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അള്ളാഹുവിൽ വിശ്വസിക്കുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് എന്ന് അഭിമാനിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ച് അറിയേണ്ടതുപോലെ അറിയാതിരിക്കുകയും അള്ളാഹുവിന്റെ റസൂലിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാതിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഇസ്ലാഹി പ്രസ്ഥാനം രംഗത്ത് വരികയും പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നത്. സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയ ഒരു പരാമർശം ശ്രദ്ധയിൽപ്പെടുത്തി ചില വിഷയങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ അവർ മനസ്സിലാക്കിയിട്ടില്ല. അള്ളാഹുവിനെ തിരിച്ചറിയേണ്ടതുപോലെ തിരിച്ചറിയുവാനും മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുവാനും അവർക്ക് സാധിച്ചിട്ടില്ല. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തനും പ്രതാപശാലിയുമാണ് എന്ന് സൂറത്തുൽ ഹജ്ജിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ആരെക്കുറിച്ചാണ് അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കുവാൻ സാധിച്ചിട്ടില്ല എന്ന്, അള്ളാഹുവിനെ തിരിച്ചറിയേണ്ടതുപോലെ തിരിച്ചറിയുവാൻ സാധിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്ന് മനസ്സിലാകണമെങ്കിൽ അതിന് തൊട്ടു മുമ്പുള്ള വചനം നാം പരിശോധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ളുരിബ മസലുൻ ഫസ്തമിഉ ലഹു, ഇതാ ഒരു ഉദാഹരണം പറയപ്പെട്ടിരിക്കുന്നു, ആ ഉദാഹരണം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. തീർച്ചയായും മുസ്ലിങ്ങൾ എന്ന നിലയിൽ, അള്ളാഹുവിന്റെ ഖുർആൻ അംഗീകരിക്കുന്ന ആളുകൾ എന്ന നിലയിൽ, അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ എന്ന നിലയിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് ഈ ഉദാഹരണം ശ്രദ്ധിച്ചു കേൾക്കുക എന്നത്. അള്ളാഹു തുടരുന്നു, എന്താണ് ഈ ഉദാഹരണം?
ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന, നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ ലൻ യഖ്ലുഖൂ ദുബാബൻ വലം യജ്തമഊ ലഹു, അവരെല്ലാവരും ഒരുമിച്ച് ചേർന്നാൽ പോലും ഈ ലോകത്തെ അല്ലാഹുവല്ലാതെ വിളിച്ചു തേടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ശക്തികളുണ്ട്. ജീവിതത്തിൽ പ്രയാസങ്ങളുടെ സന്ദർഭങ്ങളിൽ, പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അല്ലാഹുവിന് പുറമെ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും. മഹാന്മാരെ വിളിച്ചു തേടുന്നവരുണ്ട്, ശുഹദാക്കളെ വിളിച്ചു തേടുന്നവരുണ്ട്. പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കണ്ണുനീരോടുകൂടി കേരളത്തിലും കേരളത്തിനകത്തും പുറത്തുമുള്ള ജാറങ്ങളിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും. ആ ആളുകളോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരെയൊക്കെ വിളിച്ചു തേടുന്നുവോ, നിങ്ങൾ ആരോടൊക്കെ പ്രാർത്ഥന നടത്തുന്നുവോ, ലൻ യഖ്ലുഖൂ ദുബാബൻ വലം യജ്തമഊ ലഹു, അവരെല്ലാവരും ഒരുമിച്ച് കൂടിയാൽ പോലും ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. എന്ന് മാത്രമല്ല, അവരിൽ നിന്ന് നാം വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന, നാം നേർച്ചകളും വഴിപാടുകളും അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രതീക്ഷയോടുകൂടി, പ്രാർത്ഥനയോടുകൂടി ആരുടെ സന്നിധിയിലേക്കാണോ നാം കടന്നു ചെല്ലുന്നത്, ആരെയാണോ നാം വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ആരോടാണോ നാം സഹായം തേടിക്കൊണ്ടിരിക്കുന്നത്, ആ ആളുകളുടെ അരികിൽ നിന്ന് ഒരു തരി ഭക്ഷണ പദാർത്ഥം ഈച്ചയങ്ങ് തട്ടിയെടുത്തു കൊണ്ടുപോയാൽ ആ ഈച്ചയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വീണ്ടെടുക്കുവാൻ പോലും അവർക്ക് സാധിക്കുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ഇവിടെ വിശദീകരിക്കുന്നത്. അവിടെയും അവസാനിക്കുന്നില്ല. തുടർന്ന് അല്ലാഹു നടത്തുന്ന ഒരു പ്രയോഗം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാം നേർവാടിയിലേക്ക്, നാഗൂരിലേക്ക്, മുത്തുപേട്ടയിലേക്ക്, അജ്മീറിലേക്ക്, മമ്പുറത്തേക്ക്, അതേപോലെയുള്ള ജാറങ്ങളിലേക്ക് നേർച്ചയുമായി കടന്നു പോകുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവപ്പെടുമ്പോൾ ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന്, മുഹീദ്ദീൻ ശേഖെ സഹായിക്കണേ എന്ന്, അതേപോലെയുള്ള അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ട ഒരു പ്രയോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് നടത്തുകയാണ്. തേടുന്നവനും ദുർബലനാണ്, തേടപ്പെടുന്നവനും ദുർബലനാണ്. അതെ, എന്തിനാണ് ഇവൻ തേട്ടവുമായി ഈ സന്നിധിയിലേക്ക് ചെല്ലുന്നത്? എന്തിനാണ് ഇവൻ ഏർവാടിയിലേക്ക് പോകുന്നത്? എന്തിനാണ് ഭീമാപ്പള്ളിയിലേക്ക് ചെല്ലുന്നത്? എന്തിനാണ് മടവൂരിലേക്കും അപ്പുറത്തേക്കും പോകുന്നത്? സന്താന സൗഭാഗ്യത്തിന് വേണ്ടി, രോഗശമനത്തിന് വേണ്ടി, ജോലി ലഭിക്കാൻ വേണ്ടി, പരീക്ഷയിൽ വിജയം നേടാൻ വേണ്ടി, ഇങ്ങനെ വ്യത്യസ്ത ആവശ്യങ്ങളുമായി തങ്ങളുടെ ദൗർബല്യങ്ങൾ പരിഹരിച്ചു കിട്ടുവാൻ വേണ്ടിയാണ് ഈ ആളുകൾ അത്തരം കേന്ദ്രങ്ങളിലേക്ക് ചെല്ലുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, തേടപ്പെടുന്നവന്റെ കാര്യം എന്താണ്? അവൻ ദുർബലനാണ്. ഈ വിളിക്കുന്ന വിളി കേൾക്കാൻ അവന് കഴിയുന്നില്ല. ഈ തേട്ടമറിയാൻ അവർക്ക് സാധിക്കുന്നില്ല. ഈ ആളുകളെ സഹായിക്കാൻ അവർക്ക് കഴിയില്ല. ഏതുവരെ ഈ നേർച്ച വസ്തുക്കളിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് ഒരു ഈച്ച അല്ലെങ്കിൽ ഒരു എലിക്കുഞ്ഞ് അങ്ങ് ഓടിപ്പോയാൽ, അങ്ങ് പറന്നുപോയാൽ, ആ എലിയിൽ നിന്നോ ഈച്ചയിൽ നിന്നോ ഈ നേർച്ച വസ്തു വീണ്ടെടുക്കുവാൻ പോലും സാധിക്കാത്ത ശൈഖുമാരെയാണ്, ബീവിമാരെയാണ്, തങ്ങന്മാരെയാണ് ആളുകൾ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മാ ഖദറുല്ലാഹ ഹഖ ഖദരി. എന്തുകൊണ്ടാണ് ഇവർ ഈ ആളുകളെ വിളിച്ചു തേടുന്നത്? എന്തുകൊണ്ടാണ് ഈ ആളുകളോട് ഇവർ സഹായം തേടിക്കൊണ്ടിരിക്കുന്നത്? അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിനെ തിരിച്ചറിയേണ്ടതുപോലെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കുവാൻ കഴിഞ്ഞില്ല. ആരാണ് അള്ളാഹു? ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തനാണ്, പ്രതാപശാലിയാണ്. ആ ശക്തനായ അല്ലാഹുവിനെ വിട്ടുകൊണ്ട്, ആ ശക്തനായ അല്ലാഹുവിനോട് തേടുന്നതിന് പകരം, ആ ശക്തനായ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം, ആ പ്രതാപശാലിയായ റബ്ബിന്റെ മുമ്പിൽ തങ്ങളുടെ പ്രതീക്ഷകളുമായി കടന്നു ചെല്ലുന്നതിന് പകരം മരിച്ചു മണ്ണടിഞ്ഞു പോയ മനുഷ്യരുടെ മുമ്പിലേക്ക് പ്രാർത്ഥനകളുമായി, പ്രതീക്ഷകളുമായി കടന്നു ചെല്ലുന്നത് ആ അല്ലാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കാത്തത് കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ്? തീർന്നില്ല. നമ്മൾ ആലോചിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഒരു വചനം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅാനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്, വഇദാ സഅലക
ഇബാദി അന്നി, നബിയെ എന്നെപ്പറ്റി എന്റെ അടിമകൾ താങ്കളോട് ചോദിച്ചാൽ അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടതെന്ന് പറയുമ്പോൾ, അള്ളാഹുവിനെ മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറയുമ്പോൾ, അള്ളാഹുവിനോട് മാത്രമാണ് വിളിച്ചു തേടേണ്ടതെന്ന് പറയുമ്പോൾ, അവനിലേക്കാണ് പ്രതീക്ഷകളും പ്രാർത്ഥനകളുമായി കടന്നു ചെല്ലേണ്ടതെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം, ആരാണ് ഈ അള്ളാഹു എന്ന്? എന്തുകൊണ്ട് മഹാന്മാരോട് തേടിക്കൂടാ എന്ന്? എന്തുകൊണ്ട് മഹാന്മാരോട് ചോദിച്ചുകൂടാ എന്ന്? എന്തുകൊണ്ട് ജാറങ്ങളിലേക്ക് പോയിക്കൂടാ എന്ന് ഇന്ന് പലരും ചോദിക്കുന്നത് പോലെ ആ ചോദ്യങ്ങൾ ഉണ്ടാകും. അത്തരം ചോദ്യങ്ങൾ എന്നെ കുറിച്ച് താങ്കളോട് എന്റെ അടിമകൾ ചോദിച്ചാൽ നബിയെ പറഞ്ഞു കൊടുക്കുക, ഞാനിതാ വളരെ അടുത്ത് നിൽക്കുന്നവനാണ്, ഞാൻ അടിമയുടെ വളരെ അടുത്താണുള്ളത്. എന്തിനു വേണ്ടി? അടിമകളുടെ പ്രാർത്ഥന കേട്ട് അതിനുത്തരം നൽകാൻ എന്റെ അടിമ എന്നോട് ആവശ്യപ്പെടുമ്പോൾ, രോഗശമനത്തിനാണോ, സന്താന സൗഭാഗ്യത്തിനാണോ, പ്രതീക്ഷകൾ പൂർത്തീകരിക്കാനാണോ, ആഗ്രഹ സഫലീകരണത്തിനാണോ, എന്തിനു വേണ്ടിയായാലും എന്റെ അടിമ എന്നോട് തേടിയാൽ ആ അടിമക്ക് ഉത്തരം നൽകാൻ ഞാനിതാ വളരെ അടുത്തുണ്ട് എന്ന് അവനോട് പറഞ്ഞു കൊടുക്കുക നബിയെ എന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു റബ്ബിനെ അറിയുമോ? നമുക്ക് ഈ ഒരു റബ്ബിനെ പരിചയപ്പെട്ടിട്ടുണ്ടോ നാം? ഈ ഒരു റബ്ബിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടോ നാം? അങ്ങനെ റബ്ബിനെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എങ്ങനെയാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, ദുരിതങ്ങളും ദുരന്തങ്ങളും നേരിടേണ്ടി വരുമ്പോൾ ആ അള്ളാഹുവിൽ നിന്നകന്ന് അള്ളാഹുവല്ലാത്തവരിലേക്ക് നാം മാറിപ്പോവുക? വീണ്ടും നോക്കൂ, സൂറത്തുൽ ഹജ്ജിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അള്ളാഹു പറയുന്നു, മനുഷ്യരിൽ ഒരു വിഭാഗം ആളുകളുണ്ട്, ഒരു വിഭാഗം ആളുകളുണ്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ. എന്താണ് അവരുടെ പ്രത്യേകത? അവർ അള്ളാഹുവിനെ അറിയാത്തവരല്ല, അവർ അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരല്ല, അവർ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാത്തവരല്ല, അവർ അള്ളാഹുവിനെ കുറിച്ച് കേൾക്കാത്തവരല്ല, അവർ അള്ളാഹുവിനെ കുറിച്ച് ഒന്നും അറിയാത്തവരല്ല. പിന്നെയോ അവർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരാണ്, അവർ അള്ളാഹുവിനെ ആരാധന അർപ്പിക്കുന്നവരാണ്. പക്ഷേ എന്താണ് അവരുടെ ആരാധനയുടെ പ്രത്യേകത? ഒരു വക്കിൽ നിന്നുകൊണ്ടാണ്, ഒരറ്റത്ത് നിന്നുകൊണ്ടാണ് അവർ അള്ളാഹുവിനെ ആരാധിക്കുന്നത്. ഒരു തെല്ലിൽ നിന്നുകൊണ്ടാണ് അവർ അള്ളാഹുവിനെ ആരാധിക്കുന്നത്. ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ജീവിതത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളും കാരുണ്യങ്ങളും വന്നുകൊണ്ടിരിക്കുമ്പോൾ ശാന്തനായി സമാധാനചിത്തനായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് അവർ കഴിച്ചുകൂട്ടും. വേറെ എങ്ങോട്ടും അവർ തെറ്റിപ്പോകില്ല. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, സ്വതക്കയുണ്ട്, ഖുർആൻ പാരായണമുണ്ട്, സൽക്കർമ്മങ്ങളുണ്ട്. സമാധാനത്തോടുകൂടി ആ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് അവർ കഴിച്ചുകൂട്ടും. എന്നാൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രയാസങ്ങൾ നേരിടേണ്ടി വന്ന സന്ദർഭങ്ങളിൽ, രോഗം കൊണ്ട് കഷ്ടപ്പെടേണ്ടി വന്ന സന്ദർഭത്തിൽ, വ്യാപാരം നഷ്ടത്തിലേക്ക് പോയ സന്ദർഭത്തിൽ, മക്കളുടെ മരണമുണ്ടായ പ്രയാസത്തിന്റെ സന്ദർഭത്തിൽ, കുടുംബത്തിൽ ഒന്നാകെ ഒന്നിനു പിറകെ ഒന്നായി രോഗം കടന്നു വന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും ജാറങ്ങളിലേക്ക്, ഏതെങ്കിലും സിദ്ധന്മാരുടെ അരികിലേക്ക്, ഏതെങ്കിലും ചികിത്സകന്മാരായ തങ്ങന്മാരുടെയും മുസ്ലിയാക്കന്മാരുടെയും സന്നിധിയിലേക്ക് എപ്പോഴെങ്കിലും കടന്നുപോയ സഹോദരന്മാരുണ്ടെങ്കിൽ ഈ വചനം ഒന്ന് അടിവരയിട്ട് മനസ്സിലാക്കുക. സർവലോക രക്ഷിതാവായ നമ്മളുടെ മനസ്സറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇങ്ങനെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോ അള്ളാഹുവിൽ സമാധാനം കൊള്ളുന്ന മനുഷ്യൻ ഒരു പ്രയാസം നേരിടേണ്ടി വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുമ്പോൾ, എന്തെങ്കിലും ഒരു പരീക്ഷണം അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ അല്ലാഹുവിൽ നിന്ന് തിരിഞ്ഞു നടക്കുകയാണ്. അവൻ അല്ലാഹുവിൽ നിന്ന് തിരിഞ്ഞു നടക്കുകയാണ്. ആ തിരിഞ്ഞു നടത്തം വഴി അവന്റെ ദുനിയാവ് നഷ്ടപ്പെട്ടിരിക്കുന്നു, അവന്റെ ആഖിറവും നഷ്ടപ്പെട്ടിരിക്കുന്നു. അതാകുന്നു ഏറ്റവും വലിയ നഷ്ടം. എന്താണ് ഈ തിരിഞ്ഞു നടത്തം എന്ന് പറയുന്നത്? അള്ളാഹുവിനെ ആരാധിക്കുന്നവൻ, ഒരു വക്കിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവൻ അള്ളാഹുവിൽ നിന്ന് തിരിഞ്ഞു നടക്കുന്നു എന്ന് പറയുന്നത് എവിടെയാണ്? എന്താണ് തിരിഞ്ഞു നടത്തം? തുടർന്നുള്ള വചനത്തിൽ അള്ളാഹു പറയുന്നു, യദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹു വ മാ ലാ യൻഫഉഹു ദാലിക ഹുവൽ ളലാലുൽ ബഈദ്. യദ്ഉ മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ അവൻ പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവിന് പുറമെ അവൻ വിളിച്ചു തേടുകയാണ്.
ആരോടാണ് അവൻ വിളിച്ചു തേടുന്നത്? അവന് എന്തെങ്കിലും ഒരു ഉപകാരമോ എന്തെങ്കിലും ഒരു ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്തതിനോട് അത്തരം ശക്തികളെയാണ് അവൻ വിളിച്ചു തേടുന്നത്, അത്തരം വസ്തുക്കളെയാണ് അവൻ വിളിച്ചു തേടുന്നത്, അത്തരം ജാറങ്ങളിൽ പോയാണ് അവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തേടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിൽ നിന്ന് തിരിഞ്ഞു നടക്കുന്നു. അതാകുന്നു ഏറ്റവും വിദൂരമായ വഴികേട് എന്ന് പറയുന്നത്. നോക്കൂ, നാം അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ അവസരം ലഭിക്കുക, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ അവസരം ലഭിക്കുക, ആ റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനുള്ള അവസരം ലഭിക്കുക, ആ റബ്ബിനോട് പ്രാർത്ഥിക്കാനുള്ള അവസരം ലഭിക്കുക, ആ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുവാനും അത് അനുഭവിക്കുവാനുള്ള അവസരം ലഭിക്കുക. എന്നിട്ട് ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആ റബ്ബിനെ മറന്ന്, ആ റബ്ബിൽ നിന്നകന്ന് നമുക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയാത്ത ശക്തികളിലേക്ക് അകന്നു പോകുന്നത് എത്ര വലിയ വഴികേടാണെന്ന് ആലോചിച്ചു നോക്കുക. അതുകൊണ്ട് ദുനിയാവ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ? എന്റെ മക്കളുടെ രോഗം മാറ്റാൻ അത്തരമൊരു തിരിഞ്ഞു നടത്തം കൊണ്ട് കഴിയുമോ? എന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസം പരിഹരിക്കാൻ അത്തരമൊരു തിരിഞ്ഞു നടത്തം കൊണ്ട് കഴിയുമോ? വിശുദ്ധ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ചോദിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലാഹുവല്ലാതെ ഈ ലോകത്ത് വിളിച്ചു തേടപ്പെടുന്ന ഏതൊക്കെ ശക്തികൾ ഏതൊക്കെ കാലത്ത് ഏതൊക്കെ സമൂഹത്തിൽ ഏതൊക്കെ രൂപത്തിൽ രംഗത്ത് വരുന്നുവോ ആ മുഴുവൻ ശക്തികളോടുള്ള തേട്ടം ചോദ്യമായി വിശുദ്ധ ഖുർആനിൽ ആ ചോദ്യം നമുക്ക് കാണാൻ കഴിയും. നബിയെ ചോദിക്കുക, അഫറഅയ്തും മാ തദഊന മിൻ ദൂനില്ലാഹ്, അഫറഅയ്തും മാ തദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന ശക്തികളെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. എന്താണ് എന്റെ ചോദ്യം എന്നറിയുമോ? എനിക്ക് ചോദിക്കുവാനുള്ളത് നിങ്ങൾ വിളിച്ചു തേടുന്ന ശക്തികളെ കുറിച്ചാണ്. അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന ശക്തികളുണ്ട്, അള്ളാഹുവിന് പുറമെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികളുണ്ട്. ആ ശക്തികളെ കുറിച്ചാണ് എനിക്ക് ചോദിക്കുവാനുള്ളത്. നിങ്ങളും അംഗീകരിക്കുന്ന, ഈ ലോകത്തിന്റെ രക്ഷിതാവാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന, എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥനാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒരു പ്രയാസം എനിക്കുണ്ടാകണമെന്ന് ആ റബ്ബ് ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന ശക്തികൾക്ക് ആ പ്രയാസത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ കഴിയുമോ? എനിക്കുണ്ടാകാൻ പോകുന്ന ആ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ശക്തികൾക്ക് കഴിയുമോ? ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് എന്തെങ്കിലും ഒരു റഹ്മത്ത് ഉണ്ടാകണമെന്ന് ഉദ്ദേശിച്ചാൽ ആ അനുഗ്രഹത്തെ പിടിച്ചു വെക്കുവാൻ നിങ്ങൾ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന ശക്തികൾക്ക് കഴിയുമോ? പ്രിയപ്പെട്ടവരെ, നാം ആലോചിക്കേണ്ട ചോദ്യമാണിത്. മറ്റാരോടും ചോദിക്കേണ്ട ചോദ്യമല്ല, നമ്മോട് സ്വയം ചോദിച്ചു നോക്കുക നാം ഈ ചോദ്യം. ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് നാം ജാറങ്ങളിലേക്ക് പോയത്? ഏതൊക്കെ നേതാക്കന്മാരെയാണ്, ഏതൊക്കെ ശൈഖുമാരെയാണ്, ഏതൊക്കെ ബീവിമാരെയാണ്, ഔലിയാക്കന്മാരെന്ന പേരിൽ അറിയപ്പെടുന്ന ആരെയൊക്കെയാണ് നാം വിളിച്ചു തേടിയത്? അങ്ങനെ തേടിയ നമ്മോട് വിശുദ്ധ ഖുർആനിന്റെ ഈ ചോദ്യം നാം സ്വയം ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുത്തിയാൽ, എന്തെങ്കിലും ഒരു പ്രയാസം എനിക്ക് വരാൻ അല്ലാഹു ഉദ്ദേശിച്ചാൽ അത് തടഞ്ഞു നിർത്താൻ കഴിയുമോ ഈ ശൈഖിന്? അത് തടഞ്ഞു നിർത്താൻ കഴിയുമോ ഈ ബീവിക്ക്? ഏതൊക്കെ ഉസ്താദുമാർ ചെയ്തു തന്ന എന്തൊക്കെ കുതന്ത്രങ്ങളാണ് നമ്മളുടെ വീടുകളിൽ, നമ്മളുടെ ശരീരങ്ങളിൽ നമ്മൾ പ്രയോഗിച്ചത്? ഉറുക്ക് കെട്ടിയവരുണ്ട്, ഏലസ് കെട്ടിയവരുണ്ട്, തകിടികൾ വീടുകളിലും കടകളിലും സൂക്ഷിച്ചവരുണ്ട്, വാഹനങ്ങളിൽ അത് കെട്ടിത്തൂക്കിയവരുണ്ട്. പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, ബുദ്ധിമുട്ടുകളില്ലാതിരിക്കാൻ, വീടിന് തീപിടിക്കാതിരിക്കാൻ, വാഹനം അപകടത്തിൽപ്പെടാതിരിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൗരോഹിത്യം നമ്മളെ കൊണ്ട് ചെയ്യിച്ച എന്തൊക്കെ കാര്യങ്ങളുണ്ട് ആലോചിച്ചു നോക്കുക. ഖുർആനിന്റെ ഈ ചോദ്യം, എന്റെ വാഹനം അപകടത്തിൽപ്പെടണമെന്നാണ് റബ്ബിന്റെ നിശ്ചയമെങ്കിൽ ഈ ശൈഖ് മന്ത്രിച്ചു തന്ന, ഈ മുസ്ലിയാർ മന്ത്രിച്ചു തന്ന, ഈ തങ്ങൾ മന്ത്രിച്ചു തന്ന തകിടിന്, ഏലസിന്, ഉറുക്കിന്, നൂലിന് ഈ അപകടത്തിൽ നിന്ന്, അല്ലാഹു ഉദ്ദേശിച്ച ഈ അപകടത്തിൽ നിന്ന് തടയാൻ കഴിയുമോ? വീടുകളിൽ അനുഗ്രഹം ഉണ്ടാകാൻ, കടകളിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ, മക്കൾക്ക് റഹ്മത്തുണ്ടാകാൻ, ആ റഹ്മത്ത് നഷ്ടപ്പെടാതിരിക്കാൻ, ആ റഹ്മത്ത് ഇല്ലാതായി പോകാതിരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ ഏർപ്പാടുകളാണ് നമ്മെ കൊണ്ട് മുസ്ലിയാക്കന്മാർ ചെയ്യിച്ചു കൊണ്ടിരിക്കുന്നത്, പൗരോഹിത്യം ചെയ്യിച്ചു കൊണ്ടിരിക്കുന്നത്, സിദ്ധന്മാർ ചെയ്യിച്ചു കൊണ്ടിരിക്കുന്നത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കൊരു റഹ്മത്ത് തരാൻ ഉദ്ദേശിച്ചാൽ ഏത് പൗരോഹിത്യത്തിനാണ്, ഏത് സിദ്ധനാണ്, ഏത് തങ്ങൾക്കാണ് പ്രിയപ്പെട്ടവരെ അത് തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്ന് വിശ്വസിക്കേണ്ടവരാണ് മുസ്ലിം. അവിടെയാണ് വിശുദ്ധ ഖുർആനിന്റെ ഈ ചോദ്യത്തിന് പറയാൻ മറുപടി ഉണ്ടോ നമ്മുടെ കയ്യിൽ? അല്ലാഹു ഉദ്ദേശിച്ചാലും ഇതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയും, ഇത്തരം അപകടങ്ങളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയും. ഏതോ ഒരു പുരോഹിതൻ ചാനലിലൂടെ എഴുന്നള്ളിച്ചു വിടുന്ന ഇത്തരം മൻസിലുകൾ എന്ന പേരിൽ സമൂഹത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന ഇത്തരം കുതന്ത്രങ്ങളിലൂടെ അല്ലാഹുവിന്റെ തീരുമാനം തടയാൻ കഴിയും എന്ന വിശ്വാസം നമുക്കുണ്ടോ? തീർച്ചയായും അതില്ല എന്ന് ഉറപ്പാണ്. അങ്ങനെ പറയാൻ നമുക്ക് ധൈര്യമില്ല. പിന്നെ എന്തിനാണ് നാം ഇത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? പിന്നെ എന്തിനാണ് നാം ഇവയെ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്താൻ പറയുന്ന പ്രഖ്യാപനത്തിന്റെ പ്രസക്തി. ഈ വചനത്തിൽ തുടർന്ന് അല്ലാഹു പറയുന്നു, ഖുൽ, ഈ ചോദ്യം ചോദിച്ച് നിശബ്ദരാകുന്ന ആളുകൾക്ക് മുമ്പിൽ, ഇതിന് മറുപടി പറയാത്ത ആളുകൾക്ക് മുമ്പിൽ നബിയെ അങ്ങ് പ്രഖ്യാപിക്കുക, ഹസ്ബി അല്ലാഹ്, എനിക്ക് എന്റെ അല്ലാഹു മതി. ഹസ്ബി അല്ലാഹ്, എനിക്ക് എന്റെ അല്ലാഹു മതി. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, ഭരമേൽപ്പിക്കുന്നവരൊക്കെ അവരിലാണ് ഭരമേൽപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തോട് ആവശ്യപ്പെടുന്നത് ഇത് മാത്രമാണ്. ജീവിതത്തിന്റെ മുഴുവൻ ഘട്ടങ്ങളിലും എനിക്ക് എന്റെ അല്ലാഹു മതി എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു സമൂഹമായി നാം മാറിത്തീരണം. അത് മാറിത്തീരണമെങ്കിൽ നമ്മളുടെ ഹൃദയങ്ങളിൽ നാം പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹങ്ങളുണ്ട്. ശേഖുമാരുടെ, ബീവിമാരുടെ, തങ്ങന്മാരുടെ, ഉസ്താദുമാരുടെ, സിദ്ധന്മാരുടെ, പലപ്പോഴും പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മെ സഹായിക്കുമെന്ന് നാം വിചാരിക്കുന്ന ഒരുപാട് ആളുകളുടെ ചിത്രങ്ങൾ നമ്മളുടെ മനസ്സിൽ നാം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. വലിച്ചെറിയുക ഒന്നാമതായി അത്തരം ചിത്രങ്ങൾ. നമ്മളുടെ വീടുകളിൽ, നമ്മളുടെ കടകളിൽ, നമ്മളുടെ സ്ഥാപനങ്ങളിൽ, നമ്മളുടെ കുഞ്ഞുങ്ങളുടെ, നമ്മളുടെ ഭാര്യമാരുടെ, നമ്മളുടെ മക്കളുടെ ശരീരങ്ങളിൽ കെട്ടിവെച്ചിരിക്കുന്ന ഉറുക്കുകളും ഏലസുകളും നൂലുകളും ഐക്കല്ലുകളും ഉണ്ട്. പൊട്ടിച്ചെറിയുക അത്തരം കാര്യങ്ങൾ. എന്നിട്ട് പ്രഖ്യാപിക്കുക, ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ, ഹസ്ബി അല്ലാഹ്, എനിക്ക് എന്റെ അല്ലാഹു മതി. എന്നിട്ട് പ്രഖ്യാപിക്കുക, ഹസ്ബി അല്ലാഹ്, എനിക്ക് എന്റെ അല്ലാഹു മതി എന്ന് പ്രഖ്യാപിക്കുക. ഇതാണ് മുജാഹിദുകൾ ആവശ്യപ്പെടുന്നത്. തീർച്ചയായും ഈ പ്രസ്ഥാനത്തെക്കുറിച്ച്, ഈ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തെക്കുറിച്ച് നാം പഠിക്കേണ്ടതുണ്ട്, നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കുവാനുള്ള, അത് വിശദീകരിക്കുന്ന ഒരു സന്ദർഭമാണ് യൂത്ത് മീറ്റ് കൊണ്ട് ISM ഉദ്ദേശിക്കുന്നത്. ഈ ഫെബ്രുവരി 27, 28 തീയതികളിൽ കലൂർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ISMന്റെ യൂത്ത് മീറ്റിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇത് ഈ ദുനിയാവിന്റെ ഒരു വിഷയമല്ല, ഈ ദുനിയാവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. നമ്മളുടെ പരലോക വിജയത്തിനു വേണ്ടിയുള്ള ഒരു സംവിധാനം എന്ന നിലയിൽ, ഒരു പഠനം എന്ന നിലയിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തൗഹീദി പാതയിൽ 5 പതിറ്റാണ്ടിന്റെ തിളക്കവുമായി കേരള നദ്വത്തുൽ മുജാഹിദീനിന്റെ യുവജന വിഭാഗം ISM സംഘടിപ്പിക്കുന്ന യുവത്വം, സമർപ്പണം, സമാധാനം 2016 ഫെബ്രുവരി 27, 28 തീയതികളിൽ ISM യൂത്ത് മീറ്റ് എറണാകുളം കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ. നന്മയുടെ പാതയിൽ ഒന്നിക്കാൻ ISM യൂത്ത് മീറ്റിന് നിങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യമുണ്ടാവട്ടെ.